അയ്യോ എനിക്കിതൊന്നും കഴിക്കാൻ മേല, കൊളസ്ട്രോളാ. ഇത്തിരി ബീഫ് കഴിച്ചോണൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. നമ്മള് നസ്രാണികള് ബീഫും പോർക്കും ചിക്കനും ഇത്തിരി സ്മോളൊക്കെ അടിച്ച് സന്തോഷായിട്ടിരിക്കണല്ലേ കർത്താവിന് ഇഷ്ടം. എന്റെ കർത്താവേ എനിക്ക് വയ്യായെന്നും പറഞ്ഞ് മൂപ്പര് കലമ്പുണ്ടാക്കുന്നവരോട് കർത്താവ് പറയും, നീ അവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടണ്ട, നേരത്തെ ഇങ്ങോട്ട് പോരേന്ന്. കഴിക്കാൻ പറ്റും. കുടിച്ചോ കുടിച്ചോ, നീയെങ്കിലും കുടിച്ച് സന്തോഷിക്ക്. കുടിച്ചേ സന്തോഷമായിട്ട് കുടിക്ക്. എന്റെ ജീവിതം ഏതായാലും പോയി. ആഹാ, അപ്പനിവിടെ വെറുതെ ഇരിക്കുക. പശു വെള്ളം കുടിക്കുമ്പോ പിന്നെ ഞാൻ വെള്ളത്തിൽ തലകുത്തി നിൽക്കണ. തലയും കുത്തി ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അതൊന്നും പറയണ്ട. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ഇങ്ങനെയുള്ള ഒഴിവ് നേരങ്ങളിൽ അല്പം പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഇത്തിരി പരുത്തിക്കുരിയുടെ തരച്ചു വെക്കുക. അങ്ങനെ പശു പരിപാലനത്തിൽ മുഴുകുന്നവർക്ക് രസകരങ്ങളായി എന്തെല്ലാം സംഗതികളുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴല്ലേ അപ്പനിങ്ങനെ കുടിക്കണം തോന്നുന്നു. ഏതായാലും കൈ കഴിയിട്ടു അവലും കഴിക്കാം. എനിക്ക് വിശപ്പില്ല. ദേ നല്ല ഒന്നാന്തരം ബീഫ് അമ്മച്ചിയുടെ മേൽനോട്ടത്തിൽ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ദേ അപ്പനാ നീ നോക്കില്ല, നല്ല പെടയാൻ വെച്ചേരും ഞാൻ. എന്താ നിന്റെ വിചാരം? നീ അപ്പൻ അതാ ഞാനാ? അപ്പൻ ഞാൻ തന്നെയാ, പക്ഷെ ഈ അപ്പൻ ആരാ മോൻ വന്നേ.